സ്ട്രെസ്ഫുൾ കണ്ടീഷനിലുള്ള നാലാമത്തെ ഒരു ആക്ടിവിറ്റിയാണ് സസ്പെൻഡ്. സോ മൈഗ്രേറ്റ് അല്ലെങ്കിൽ സസ്പെൻഡാണ് ഒരു ടെമ്പററി ആയിട്ട് സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിൽ നിന്ന് മാറണമെങ്കിൽ ഇവർ സ്വീകരിക്കുന്നത്. സോ മൈഗ്രേഷൻ കഴിഞ്ഞ അടുത്തതാണ് സസ്പെൻഡ്. സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ആക്ടിവിറ്റീസ് കുറച്ച് നാളത്തേക്ക് വേണ്ട എന്നൊക്കെ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ആക്കുക എന്നാണ് സസ്പെൻഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സസ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ ആക്ടിവിറ്റീസ്, ഏതൊക്കെ ഓർഗാനിസമാണ് ഈ സസ്പെൻഡ് എന്ന് പറഞ്ഞ രീതിയിലൂടെ അബയോട്ടിക് ഫാക്ടറിനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കാം. സോ ബാക്ടീരിയ, ഫംഗൈ ആൻഡ് ലോവർ പ്ലാന്റ്സ്. ബാക്ടീരിയയിലും ഫംഗയിലും ലോവർ പ്ലാന്റ്സിലൊക്കെ അവർക്ക് ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിക്ക് വോൾഡ് സ്പോറുകൾ ഉണ്ടായിരിക്കും. സോ ബാക്ടീരിയയിലും ഫംഗയിലും ലോവർ പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രത്യേകത അവരിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിക്ക് വോൾ, നല്ല കട്ടിയുള്ള വോളുള്ള സ്പോറുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ തിക്ക് വോൾഡ് സ്പോറുകൾ ഇവരെ അൺഫേവറബിൾ കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഈ തിക്ക് വോൾഡ് സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്യും. ഒരു സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് കിട്ടുമ്പോൾ അവർ ജെർമിനേറ്റ് ചെയ്യുന്നു. സോ ഇത് ഇവരുടെ ആക്ടിവിറ്റി കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ആ അൺഫേവറബിൾ സിറ്റുവേഷനിൽ അവരുടെ ആക്ടിവിറ്റി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് നാൾ അതങ്ങനെ തന്നെ ഇരിക്കുന്നു. സോ ബാക്ടീരിയ, ഫംഗൈ, ലോവർ പ്ലാന്റ്സിലൊക്കെ അവർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിക്ക് വോൾഡ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോറുകൾ അവരെ അൺഫേവറബിൾ കണ്ടീഷൻസിനെ സർവൈവ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഈ തിക്ക് വോൾഡ് സ്പോറുകളൊക്കെ അവർക്ക് ഒരു സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ അവർ ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹയർ പ്ലാന്റ്സുകളിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സീഡ്സ്, ഹയർ പ്ലാന്റ്സിൻ്റെ സീഡ്സും അതുപോലെ അവരുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ഫ്ലവർ അല്ലാത്ത ഭാഗമാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതുപോലെ സീഡ്സും ഹയർ പ്ലാന്റ്സിൽ അവർക്ക് ഇതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പീരീഡുകളെ ടൈഡ് ഓവർ ചെയ്യാൻ, അതിനെ ഓവർകം ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ അവർ ഡിസ്പേഴ്സലിനും ജെർമിനേറ്റ് ചെയ്യാനും സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുതിയ പ്ലാന്റ്സുകൾ ഒരു ഫേവറബിൾ മോയ്സ്ചർ ആൻഡ് ടെമ്പറേച്ചർ അവൈലബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഹയർ പ്ലാന്റ്സിൽ സീഡ്സ് ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിനെ ഓവർകം ചെയ്യാൻ, ടൈഡ് ഓവർ ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്ക് ഈ പറഞ്ഞ സീഡ് ഡിസ്പേഴ്സലിനും അത് ജെർമിനേറ്റ് ചെയ്യാനും സാധിക്കുന്നു. എപ്പോഴാണ് അത് ഡിസ്പേഴ്സലും ജെർമിനേഷനും നടക്കുന്നത്? അണ്ടർ ഫേവറബിൾ മോയ്സ്ചർ ആൻഡ് ടെമ്പറേച്ചർ. സോ ഫേവറബിൾ മോയ്സ്ചറും ടെമ്പറേച്ചറും അവൈലബിൾ ആകുമ്പോൾ സീഡ് ഡിസ്പേഴ്സലും ജെർമിനേഷനും വഴി പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്? സോ they do by reducing their metabolic activity. സോ ഇവർ ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നത് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റികൾ അവർ റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ്, കുറച്ചുകൊണ്ടാണ്. എന്നിട്ട് അവരൊരു സ്റ്റേറ്റിലെത്തുകയാണ് ഡോർമെൻസി. ഡോർമെൻസി എന്ന് പറഞ്ഞാൽ ഒരു ഇൻആക്റ്റീവായിട്ട്, ഒരു സ്റ്റേറ്റ് ഓഫ് ഡോർമെൻസി പറഞ്ഞാൽ ഇൻആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പീരീഡിൽ അവർ എത്തുന്നു. സോ കുറച്ച് ഡോർമെൻസി പീരീഡിൽ അവരുടെ ആക്ടിവിറ്റികളൊക്കെ അവിടെ തൽക്കാലം നിർത്തിവെച്ചുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ ഫേവറബിൾ സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. സോ അൺഫേവറബിൾ സിറ്റുവേഷനിലൊക്കെ അവരവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒരു ഡോർമെൻസി എന്ന് പറഞ്ഞ ഒരു ഇനാക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റിലൂടെ കടന്നുപോയിട്ട് ഫേവറബിൾ സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഫേവറബിൾ മോയ്സ്ചർ, ടെമ്പറേച്ചർ അങ്ങനെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഡിസ്പേഴ്സൽ, ജെർമിനേഷൻ അതുപോലെ പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ അൺഫേവറബിൾ സിറ്റുവേഷനിൽ അവർ ഒരു ഡോർമൻസി പീരീഡിലൂടെ കടന്നു പോകുകയും ഫേവറബിൾ സിറ്റുവേഷനിൽ ഇത് തിരിച്ച് പുതിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യാനായി മാറുകയും ചെയ്യുന്നു. ഇനി ഇതുപോലെ തന്നെ അനിമൽസ് നോക്കുകയാണെങ്കിൽ അനിമൽസിൽ ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി. സോ ആ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അനിമൽസ് ചൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഇനി പറയുന്നത്. സോ അനിമൽസ് ഇഫ് അൺഎബിൾ ടു മൈഗ്രേറ്റ്, അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. സോ എക്സ്ട്രീം കോൾഡ് അല്ലെങ്കിൽ ഡ്രൈ എൻവയോൺമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അനിമൽസിന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അവരെന്ത് ചെയ്യും? അവർ ആ സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ടൈം, ആ പെർട്ടിക്കുലർ കോൾഡ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള എൻവയോൺമെൻറ്റുള്ള ടൈം അവർ എസ്കേപ്പ് ചെയ്യാണ് ചെയ്യുക. അവരതെന്താ ചെയ്യുക? അവരുടെ ആക്ടിവിറ്റി ഒരു ഡോർമൻറ്റ് സ്റ്റേറ്റിലേക്ക് മൈഗ്രേറ്റ്, ഷിഫ്റ്റ് ടു എ ഡോർമൻറ്റ് സ്റ്റേറ്റ്. സോ ഡോർമൻസി, ഇനാക്റ്റീവ് സ്റ്റേറ്റിലേക്ക് അവർ ഷിഫ്റ്റഡ് ആവുന്നു. ആ ഒരു ടൈമിൽ നിന്ന് അവർ
രക്ഷ നേടാൻ വേണ്ടി, എക്സ്ട്രീം കോൾഡ് ഡ്രൈ ഉള്ള എൻവയോൺമെൻറ്റുകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട്, ആ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്, മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരൊരു ഡോർമൻ സ്റ്റേറ്റിലേക്ക് മാറുന്നു. സോ നമ്മൾ ഈ ഡോർമൻസി, വിൻ്ററിലാണ് ഈ ഡോർമൻസി ഉണ്ടാവുന്നതെങ്കിൽ അതിനെ ഹൈബർനേഷൻ അഥവാ വിൻ്റർ സ്ലീപ്പ് എന്ന് പറയുന്നു. സോ ബെയറൊക്കെ തന്നെ വിൻ്ററിൽ അവർ ഹൈബർനേഷൻ എന്ന് പറഞ്ഞ ഒരു ഡോർമൻസി സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോ വിൻ്ററിലാണ് ഈ ഡോർമൻസി ഇനാക്റ്റീവായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈബർനേഷൻ അഥവാ വിൻ്റർ സ്ലീപ്പ്. അവർ ഇനാക്റ്റീവായിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ റെഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഹൈബർനേഷൻ. എപ്പോഴാണത്? വിൻ്ററിൽ. സോ ഇങ്ങനെ ചെയ്യുന്നതിന് എക്സാമ്പിളാണ് നോർത്തേൺ റീജിയനിൽ കാണുന്ന ഗ്രൗണ്ട് സ്ക്വിരൽസൊക്കെ ഈ പറഞ്ഞ വിൻ്റർ സ്ലീപ്പ് അല്ലെങ്കിൽ ഹൈബർനേഷൻ ഫോളോ ചെയ്യുന്നവരാണ്. അവർ വിൻ്ററിൽ സ്ലീപ്പ് ചെയ്യാനാണ്, അവർ മെറ്റബോളിക് ആക്ടിവിറ്റി ഇനാക്റ്റീവായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അവരുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ ഈ നോർത്തേൺ ഗ്രൗണ്ട് സ്ക്വിരലിന് ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നു. അതുപോലെ ബ്രീത്തിങ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റൊക്കെ വളരെയധികം സ്ലോ ആവാൻ തുടങ്ങുന്നു. അങ്ങനെ അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി അവർ ഓൾമോസ്റ്റ് ഒരു ഡോർമൻസി ഇനാക്റ്റീവ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. എങ്ങനെയെങ്കിലും ആ സ്ട്രെസ് അവോയ്ഡ് ചെയ്ത് ആ ടൈം ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട്. ഇതേ ഡോർമൻസി നമ്മൾ ഒരു ഡ്രൈ സീസണിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഈസ്റ്റിവേഷൻ അഥവാ സമ്മർ സ്ലീപ്പ് എന്നാണ് പറയുക. സോ സ്നെയിൽ ആൻഡ് ഫിഷ്, സ്നെയിലും ഫിഷൊക്കെ സമ്മറിലാണെങ്കിൽ അവർക്ക് ആ അവൈലബിലിറ്റി ഒരു ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ, വാട്ടർ അവൈലബിലിറ്റി ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ സ്നെയിൽ ആൻഡ് ഫിഷ് ചെയ്യുന്നതാണ് സമ്മറിൽ. അത്രയും കടുത്തതായിട്ടുള്ള സമ്മറിൽ അവരെന്ത് ചെയ്യും? അവർ ഈസ്റ്റിവേഷൻ, സമ്മറിൽ അവർ മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആവും. അതുകൊണ്ട് സമ്മർ സ്ലീപ്പ് അഥവാ ഈസ്റ്റിവേഷൻ. സോ ഈ സമ്മറിലുള്ള സമ്മർ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ടുള്ള ഹീറ്റ്, ഡെസിക്കേഷൻ, അത്രയും ചൂട് അല്ലെങ്കിൽ വരൾച്ച, ആ ഡ്രൈനെസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ മെറ്റബോളിക് ആക്ടിവിറ്റി ഡോർമൻസി സ്റ്റേജിലൂടെ കടന്നു പോകും, ഇനാക്റ്റീവ് ആവും. ആ ഒരു ഇതാണ് ഈസ്റ്റിവേഷൻ അഥവാ സമ്മർ സ്ലീപ്പ്. ഇതുപോലെ തന്നെ സൗത്ത് വെസ്റ്റേൺ ഡെസേർട്ട് റീജിയനിലുള്ള ഗ്രൗണ്ട് സ്ക്വിരൽസൊക്കെ ഇവരിങ്ങനെയാണ് ആ ഹീറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു മാളങ്ങൾ, തുരങ്കം പോലെ ഇങ്ങനെ മണ്ണിനടിയിൽ ബറോയിലൊക്കെയാണ് അവർ ഉണ്ടാവുക ആ സമയത്ത്, ആ സമ്മർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം. അതുപോലെ സ്നെയിലും ഫിഷൊക്കെ നമ്മൾ പറഞ്ഞു സമ്മർ സ്ലീപ്പ് അഥവാ ഈസ്റ്റിവേഷനിലൂടെയാണ്. ഫ്രോഗ് ആണെങ്കിൽ ഈ രണ്ട് സ്റ്റേജിലൂടെയും കടന്നു. ഫ്രോഗിന് ഹൈബർനേഷനും ഉണ്ട്, ഈസ്റ്റിവേഷനും ഉണ്ട്. അതായത് വിൻ്റർ സ്ലീപ്പും ഉണ്ടായിരിക്കും, സമ്മർ സ്ലീപ്പും ഉണ്ടായിരിക്കും ഫ്രോഗിന്. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് നമ്മൾ പറയുന്നത് സൂ പ്ലാങ്ക്ടണിലൊക്കെ കാണുന്നതാണ്. സൂ പ്ലാങ്ക്ടൺ, ലേക്സ് ആൻഡ് പോൺസിലൊക്കെ കാണുന്ന സൂ പ്ലാങ്ക്ടൺസിൽ അവർ ഉണ്ടാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡയാപോസ് എന്ന് പറയും. സോ ഡയാപോസ് എന്ന് പറയുന്ന അവരുടെ ആ ഡെവലപ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഡയാപോസ്. സോ സൂ പ്ലാങ്ക്ടൺ, ലേക്സ് ആൻഡ് പോൺസിൽ കാണുന്ന സൂ പ്ലാങ്ക്ടൺസ് എന്ത് ചെയ്യുന്നു? ഡയാപോസ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയിലൂടെ. സോ അത് ബോത്ത് സമ്മറിലും വിൻ്ററിലും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡയാപോസ്. സോ സൂ പ്ലാങ്ക്ടൺ ഒക്കെ ചെയ്യുന്നതാണ്. അവരുടെ ഡെവലപ്മെൻറ്റ് സസ്പെൻഡ് ചെയ്ത് തൽക്കാലം നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയാണ് ഡയാപോസ് എന്ന് പറയുന്നത്. സോ കോൾഡ് വിൻ്ററിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇൻസെക്റ്റുകൾ, ഇപ്പോൾ ഈ പ്ലാങ്ക്ടൺ മാത്രമല്ല, ഈ പറഞ്ഞ കോൾഡ് വിൻ്ററിലൊക്കെ ഇൻസെക്റ്റുകൾ അവരുടെ ശരീരത്തിൽ ഒരു പാർട്ട് ഓഫ് വെള്ളത്തിനെ അവർ നഷ്ടപ്പെടുത്തി ബാക്കിയുള്ള വെള്ളത്തിനെ അവർ കെമിക്കലി ബൈൻഡ് ചെയ്യും. അങ്ങനെ അവർ ആ ഫ്രീസിങ്ങിന്, കോൾഡിൽ ആ ഫ്രീസിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റബോളിക് റേറ്റ് ഓൾമോസ്റ്റ് 0 ആയിരിക്കും ആ സമയത്ത് കോൾഡ് വിൻ്ററിലൊക്കെ ഇൻസെക്റ്റുകളിൽ. അതുപോലെ സമ്മറിലാണെങ്കിൽ ഇൻസെക്റ്റുകൾ ചെയ്യുന്നത് അവരുടെ ബോഡിയിൽ ഒരു ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു ഔട്ടർ കവറിങ്, ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കവർ പോലെ ലെയർ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് സമ്മറിൽ. സോ ഇവരുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റബോളിക് ആക്ടിവിറ്റി ഓൾമോസ്റ്റ് 0 അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്ന ആ ഒരു ഇതാണ് ഡയാപോസ്. നമുക്ക് പോണ്ടിലും ലേക്കിലുള്ള സൂ പ്ലാങ്ക്ടണിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് ആ ഒരു ടൈമിൽ ഡയാപോസ്. സോ ഡയാപോസ് 2 ഇതിലും കാണുന്നതാണ്, വിൻ്ററിലും അതുപോലെ സമ്മറിലും.